കോഴിക്കോട് വയോധികരായ സഹോദരിമാരുടെ മരണം കൊലപാതകം എന്ന് കണ്ടെത്തൽ. ഇരുവരും ശ്വാസം മുട്ടി മരിച്ചതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. തടമ്പാട്ട് താഴത്ത് സ്വദേശികളായ ശ്രീജ, പുഷ്പ എന്നിവരാണ് മരിച്ചത്. സഹോദരൻ പ്രമോദിന് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതം. കൂടുതൽ വിവരങ്ങളുമായി ശിവദാസ് കന്മനം ചേരുന്നു. ശിവദാസ്, കോഴിക്കോടെ സഹോദരിമാരുടെ മരണം കൊലപാതകം എന്ന് തന്നെയാണോ സ്ഥിരീകരിക്കുന്നത്? രോഹിണി, തീർച്ചയായും ഇപ്പോൾ കൊലപാതകം എന്ന് തന്നെയാണ് പോലീസ് സ്ഥിരീകരിക്കുന്നത്. കാരണം ഇന്ന് രാവിലെ ഏകദേശം 12 മണിയോടുകൂടിയാണ് തടമ്പാട്ട് താഴത്തെ വാടക വീട്ടിൽ 2 വയോധികരായ സ്ത്രീകളെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഇവരുടെ ശരീരം ആ സമയത്ത് തന്നെ വെള്ള തുണി കൊണ്ട് മൂടിയ ഒരു നിലയിലായിരുന്നു. ഇവരുടെ സഹോദരൻ പ്രമോദിനെ ഈ സമയത്ത് വീട്ടിലൊന്നും തന്നെ കാണാൻ ഉണ്ടായിരുന്നില്ല. ഇവർ 3 പേരുമാണ് ഈ വാടക വീട്ടിൽ താമസിച്ചിരുന്നത്. അതായത് ഈ 2 സഹോദരികളും ഈ സഹോദരനായ പ്രമോദും ആയിരുന്നു ഈ വീട്ടിൽ താമസിച്ചിരുന്നത്. ബന്ധുവിനെ വിവരം അറിയിച്ച് ഒരാൾ മരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് പ്രമോദ് ബന്ധുവിന് ഫോൺ വിളിച്ചിരുന്നു. അതിനുശേഷം ബന്ധുക്കൾ വീട്ടിലെത്തിയപ്പോഴാണ് 2 വയോധികരായ പുഷ്പ, ശ്രീജയ എന്നീ സ്ത്രീകളും കിടക്കുന്നതായി കണ്ടെത്തിയത്. പക്ഷേ പ്രമോദിനെ ഈ സമയത്തൊന്നും തന്നെ കണ്ടിരുന്നില്ല. പിന്നീട് ഈ സംഭവത്തിൽ പോലീസ് തന്നെ ദുരൂഹത ആരോപിച്ചിരുന്നു, അല്ലെങ്കിൽ പോലീസ് തന്നെ ദുരൂഹത പ്രകടിപ്പിച്ചിരുന്നു. എന്തായാലും ഇത് കൊലപാതകമാകാം എന്നുള്ളൊരു സാധ്യത ആ സമയത്ത് തന്നെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ 2 സ്ത്രീകൾക്കും ശാരീരികമായ ചില പ്രയാസങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഒരു സ്ത്രീയുടെ ശരീരം അരക്കെട്ടിന് താഴെ തളർന്ന ഒരു നിലയിലായിരുന്നു. ഇത്തരത്തിലുള്ള ശാരീരികമായ വിഷമങ്ങൾ ഏറെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അനുഭവിച്ചിരുന്ന സ്ത്രീകളാണ്. എന്തായാലും പ്രമോദിനെ കൂടി കണ്ടെത്തിയാൽ മാത്രമേ ഇനി ഇതിൻ്റെ കൃത്യമായ ദുരൂഹത ചുരുളഴിക്കാൻ കഴിയൂ. എന്തിനു വേണ്ടിയാണ് ഈ കൊലപാതകം എന്നുള്ള കാര്യമെല്ലാം തന്നെ കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ ഇനി പ്രമോദിനെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. നിലവിൽ പ്രമോദിൻ്റെ ഫോണടക്കം ഇപ്പോൾ സ്വിച്ച് ഓഫ് ആണ്. ഏകദേശം 12:30 പ്രമോദിനെ ഫറോക്ക് റെയിൽവേ സ്റ്റേഷന് സമീപത്ത് കണ്ടെത്തിയിട്ടുണ്ട്. CCTV പരിശോധിച്ചപ്പോഴാണ് ഇത്തരത്തിൽ പ്രമോദിൻ്റെ ദൃശ്യങ്ങൾ കണ്ടെത്തിയത്. അതിനുശേഷം പ്രമോദ് എങ്ങോട്ട് പോയി എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. കാരണം മൊബൈൽ ഫോൺ വിളിച്ചിട്ട് ലഭിക്കുന്നില്ല, സ്വിച്ച് ഓഫ് ആണ്. അതോടൊപ്പം തന്നെ ഈ സാങ്കേതിക മൊബൈൽ ഫോണിൻ്റെ ടവർ അടക്കം, ലൊക്കേഷൻ അടക്കം കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണമാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉള്ളത്. ഏതായാലും പ്രമോദിനെ ഉടൻ പിടികൂടാനാകും എന്നൊരു പ്രതീക്ഷയാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. രോഹിണി. ശരി, ശിവദാസ് കന്മനമാണ് വിവരങ്ങൾ നൽകിയത്.